ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം. ഈ സംഘർഷങ്ങളെല്ലാം നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശ്നകാരിയായ രാജ്യമായി മുദ്ര കുത്തപ്പെട്ടിരുന്ന നോർത്ത് കൊറിയ, അവിടെയുള്ള ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ, ഈ കിം ജോങ് ഉൻ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്കൊന്നും പ്രവേശിക്കാത്തത് എന്നാണ് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ കിം ജോങ് ഉൻ നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇസ്രായേലും ഇറാൻ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിൽ സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ, ചൈന, ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ എന്നിവർ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ ശക്തമായിട്ട് വിമർശിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ സിവിലിയന്മാർക്കും ആണവ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യരാശിക്കെതിരായിട്ടുള്ള മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ് എന്നാണ് ഇപ്പോൾ ഉത്തര കൊറിയ പറഞ്ഞിരിക്കുന്നത്. ഇത് മേഖലയെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് തന്നെ തള്ളിവിടുകയാണ് എന്നും ഉത്തര കൊറിയ പറയുന്നുണ്ട്. ഉത്തര കൊറിയ അതേസമയം ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് ഒരു ക്യാൻസറായി മാറുകയാണ് എന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് യുഎസിൻ്റെയും യൂറോപ്യൻ രാജ്യങ്ങളെയും കുറ്റപ്പെടുത്തി ഇറാനോടുള്ള ക്ഷമ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്ഥിതി കൂടുതൽ സെൻസിറ്റീവ് ആക്കിയിരിക്കുന്നു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മറുപടിയായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിനെ നാശത്തിലേക്ക് വിതയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ ഉത്തര കൊറിയ ഡയറക്റ്റായിട്ട് US-ന് മറുപടി കൊടുത്തുകൊണ്ട് രംഗത്തെത്തിയത്. ഉത്തര കൊറിയയ്ക്കും ഇറാൻ മിസൈലുകളും സൈനിക സാങ്കേതിക വിദ്യയും പരസ്പരം കൈമാറുന്നതിൽ ദീർഘകാല ചരിത്രമുണ്ട്. ഉത്തര കൊറിയ ഇറാന് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് സൈനിക ഹാർഡ്വെയറുകളും നൽകിയിട്ടുമുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന് കാരണമായി. അതേസമയം അമേരിക്ക ഇറാനെ ആക്രമിക്കരുതെന്ന് താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ഇടയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, കൂടാതെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. US ഇറാനെ ആക്രമിക്കരുത്, കാരണം ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ അസ്ഥിരത സൃഷ്ടിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ പ്രധാന സൈനിക സാമ്പത്തിക സഖ്യകക്ഷിയാണ് റഷ്യ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. S-300 മിസൈൽ പ്രതിരോധ സംവിധാനവും മറ്റ് സൈനിക സാങ്കേതിക വിദ്യയും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് എന്നും റഷ്യ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ചൈനയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സംയമനം പാലിക്കാനും സംഘർഷങ്ങൾ കുറയ്ക്കാനും ചൈന ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ് ഇത് പറയുന്നത്. ഇതിനു പുറമെ ചൈന ഇറാനുമായും ഇസ്രായേലുമായും മറ്റ് കക്ഷികളുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സംഘർഷം സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോൾ അറിയിക്കുകയാണ്. അതായത് ഈ യുദ്ധം മൂത്തു പോകുമ്പോൾ, യുദ്ധം വലിയ രീതിയിലുള്ള കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ യൂണിയനും ചൈനയും റഷ്യയും അമേരിക്കയും നോർത്ത് കൊറിയയും എല്ലാം ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും അമേരിക്കയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ഒരു ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രധാനമായും റഷ്യയും ഉത്തര കൊറിയയും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.